നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്യൂട്ടി റൊബേറോയുടെ കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുകയാണല്ലോ. ഇന്നലെ സണ്ടർലൻഡിനെതിരെയുള്ള പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഗോൾ കീപ്പറുമായിട്ട് കൂട്ടിയിടിച്ചാണ് അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിന് പരിക്ക് പറ്റിയിട്ടുള്ളത്. വേൾഡ് കപ്പ് കളിക്കില്ലേ എന്നുള്ള ആശങ്കയാണ്. താരം ഇന്നലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കരഞ്ഞുകൊണ്ടാണ്, അതായത് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോകുന്നത്. സണ്ടർലൻഡ് ഇന്നലെ ടോട്ടനാമിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചു. ടോട്ടനാം റെലഗേഷൻ സോണിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ ക്യൂട്ടി റൊമേറോയെ പോലൊരു താരത്തെ അവർക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അവർക്കും തിരിച്ചടിയാണ്. വേൾഡ് കപ്പിന് ഉണ്ടാവില്ല എന്ന ആശങ്ക അർജൻറ്റീനക്കാർക്കുമുണ്ട്. ഇപ്പോൾ എന്താണ് ടോട്ടനാമിൻ്റെ കോച്ച് ഡിസർബി ഈ വിഷയത്തിൽ പറഞ്ഞതെന്നൊന്ന് പരിശോധിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസർബി പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ വളരെയധികം ദുഃഖിതനും അതുപോലെ തന്നെ നിരാശനുമാണ് റൊമേറോയുടെ ഇഞ്ചുറിയുടെ കാര്യത്തിൽ. അദ്ദേഹം ഞങ്ങളുടെ ക്യാപ്റ്റനാണ്, ഈ ടീമിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളാണ്. സോ ഈ പരിക്ക് അത്ര വലിയ പ്രശ്നമാവില്ല എന്ന് ആകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു നല്ല വ്യക്തിത്വമാണ്, ഗ്രേറ്റ് പ്ലെയറാണ്, ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഈ സീസൺ അവസാനിക്കും വരെ വേണം ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ എന്നുകൂടി ഡിസർബി പറയുന്നുണ്ട്. അപ്പോൾ ഒട്ടും പോസിറ്റീവ് അല്ല എന്ന് തന്നെയാണ് ഡിസർബിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. താരത്തിന് ഇന്ന് കൂടുതൽ ടെസ്റ്റുകൾ നടത്തും. അതിനുശേഷം മാത്രമാണ് എത്ര നാൾ പുറത്തിരിക്കേണ്ടി വരും എന്ന കാര്യത്തിലൊരു വ്യക്തത വരിക. ഒരു പക്ഷേ അദ്ദേഹത്തിന് ലിഗമെൻ്റ് ടിയറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേൾഡ് കപ്പ് പോലും നഷ്ടമായേക്കുമെന്ന് അർജൻറ്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാത്തിരിക്കാം ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിന് വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.